ലഹരിവിരുദ്ധ സന്ദേശവുമായി കോതമംഗലത്ത് ഓക്സിജൻ കപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരം നടന്നു. വാശിയേറിയ പോരാട്ടത്തിൽ MLA 11-നെതിരെ പോലീസ് 11 വിജയം. ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിലാകെ വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലത്ത് ഓക്സിജൻ കപ്പ് ഫുട്ബോൾ പ്രദർശന മത്സരം സംഘടിപ്പിച്ചത്. കോതമംഗലം MLA ഷിബു തെക്കുംപുറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരത്തിൽ ജനപ്രതിനിധികളുടെ MLA 11-ഉം കേരള പോലീസ് 11-ഉം തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടി. ആവേശം നിറഞ്ഞ പോരാട്ടത്തിനൊടുവിൽ പോലീസ് 11 വിജയിച്ചു. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി അവസരം MLA 11 ഗോളാക്കി മാറ്റി ശക്തമായ തിരിച്ചുവരവ് നടത്തിയെങ്കിലും വിജയത്തിലേക്ക് എത്താനായില്ല. അവസാന വിസിൽ മുഴങ്ങും വരെ ഇരു ടീമുകളും പോരാട്ട വീര്യം പുറത്തെടുത്ത മത്സരം കാണികൾക്ക് ആവേശകരമായ കാഴ്ചയായി. വനിതാ ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച ഷൂട്ടൌട്ട് മത്സരവും ശ്രദ്ധേയമായി. പങ്കെടുത്ത എല്ലാ വനിതാ ജനപ്രതിനിധികളും ആവേശകരമായ മത്സരമാണ് കാഴ്ചവെച്ചത്. മത്സരത്തിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഞ്ചു ബെന്നി 1-ാം സ്ഥാനവും പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം നിസമോൾ ഇസ്മയിൽ 2-ാം സ്ഥാനവും കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് അംഗം ബിൻസി മാത്യു 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് പദ്ധതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഓക്സിജൻ കപ്പ് സംഘടിപ്പിച്ചതെന്ന് MLA ഷിബു തെക്കുംപുറം പറഞ്ഞു. കായികരംഗത്തിലൂടെ യുവജനങ്ങളിൽ ആരോഗ്യകരമായ ജീവിതശൈലി വളർത്തിയെടുക്കാനും ലഹരിവിരുദ്ധ ബോധവൽക്കരണം കൂടുതൽ ശക്തിപ്പെടുത്താനുമുള്ള ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഒട്ടേറെ ജനപ്രതിനിധികളും UDF നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.